ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഷാർജയിലെ അൽദെയ്ദ് ലേക്കിലാണ്. ഇത് കൂടുതൽ ആൾക്കാർക്ക് ആരും അറിഞ്ഞു തുടങ്ങിയിട്ടില്ല. കാരണം ഈ ഡെസ്റ്റിനേഷൻ ഗൂഗിൾ മാപ്പിൽ ഇല്ല. അപ്പം നമ്മളും ഇതേപോലെ കുറേ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഒരു 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 എക്സ്പെക്റ്റേഷനിലാണ് എത്തിയത്. 2-3 റൂട്ട് ഇറങ്ങി കറങ്ങി മാറിപ്പോയെങ്കിലും കറക്റ്റ് ടൈമിന് ഇവിടെ എത്തി. ഏകദേശം സൺസെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. ശരിക്കും ഇതിൻ്റെ ബാക്കിലൊക്കെ ഫുള്ള് ഡെസേർട്ട് കേട്ടോ. നമ്മൾ മിനിഞ്ഞാന്ന് പോയ ഡെസേർട്ട്. ഷാർജയിലെ എയർപോർട്ട് റോഡ് വഴിക്ക് നമ്മൾ കൊർഫഗൻ റോഡ് എടുത്ത് കുറച്ച് ഒരു അരമണിക്കൂർ ഓടിക്കഴിയുമ്പോൾ നമുക്ക് ഇവിടെ എത്തിച്ചേരാൻ സാധിക്കും. ഷാർജയിലെ ബെഡ് ലേക്കാണ് കാണുന്നത്. അൽദെയ്ദ് ലേക്ക് എന്ന പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട്. ആ ലൊക്കേഷൻ തന്നെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്നതാണ്. ഞങ്ങൾ പോയപ്പോൾ ഈ ലൊക്കേഷൻ കിട്ടിയിരുന്നില്ല, അതാണ് ആദ്യം പറഞ്ഞത്. ഇത് അൽദെയ്ദ് ലേക്കിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചയാണ്. നമുക്ക് ഈ അൽദെയ്ദ് ലേക്കിൻ്റെ മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കൊർഫഗൻ റോഡ് അകലെയായിട്ട് കാണാൻ സാധിക്കും. സ്പീഡായിട്ട് വണ്ടികളൊക്കെ പോകുന്നതാണ് കൊർഫഗൻ റോഡ്. പിന്നെ ഈ ലേക്കിന് ചുറ്റുമായിട്ട് നമുക്ക് വണ്ടി ഓടിക്കാം, ക്യാമ്പ് ചെയ്യാം, അതിനുള്ള സൗകര്യങ്ങളുണ്ട്. പിന്നെ അവിടെ ചെറിയ സ്നാക്സിൻ്റെ എന്തോ ഒരു ചെറിയ കൂൾ ഡ്രിങ്ക്സിൻ്റെ ഷോപ്പ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോൾ സൺസെറ്റിൻ്റെ നല്ലൊരു സമയമായിരുന്നു. അപ്പോൾ അതിൻ്റെ സൺസെറ്റൊക്കെ നന്നായിട്ട് നമുക്ക് കിട്ടി. ഇപ്പോൾ വൈകുന്നേരമായി കഴിഞ്ഞപ്പോഴാണ് കൂടുതലും ആളുകളൊക്കെ ഈ ഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ അതിൻ്റെ മുകളിൽ നിന്നും താഴേക്ക് ഇറങ്ങി വരുന്ന സമയത്തെടുത്തൊരു ക്ലിപ്പാണ്. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. വരും വർഷങ്ങളിൽ ഇതിവിടെ എന്തോ വലിയൊരു പ്രൊജക്റ്റ് വരാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ആളുകളെയും ലോക്കൽസിനെയും ആകർഷിക്കാൻ വേണ്ടി ചെയ്തൊരു വലിയൊരു കാര്യമാണ്. അപ്പോൾ ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ ആദ്യ ദൃശ്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ഇവിടെയൊക്കെ ഒരുപാട് ആൾക്കാർ വന്ന് നിറഞ്ഞു കഴിഞ്ഞു. അതും മലയാളികളും ഇന്ത്യക്കാരും വളരെ കുറവാണ് വരുന്നത്. ബാക്കിയുള്ള നാഷണാലിറ്റികളും പിന്നെ ഇവിടുത്തെ ലോക്കൽസാണ് കൂടുതലെത്തുന്നത്. ഇപ്പോൾ ഞങ്ങൾ അവസാനം നമ്മളെത്തി നിൽക്കുന്നത്, നമ്മൾ വണ്ടി എക്സിറ്റ് ആവുന്ന സമയത്ത് ഒരു കുതിര അവിടെ വന്നിട്ട് അതിനെ ജമ്പ് ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ അത് വളരെ സ്ലോവിലെടുത്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് കിട്ടി. അതും ക്യാമറയിൽ പകർത്താൻ വേണ്ടി ഒരുപാട് പേരുണ്ടായിരുന്നു. ഇതാണ് അൽദെയ്ദ് ലേക്കിൻ്റെ നമ്മുടെ ചെറിയൊരു യാത്രാ വിവരണം. നല്ലൊരു സ്ഥലമാണ്. നമുക്ക് വിൻ്ററിലൊക്കെ പോയി അടിച്ചു പൊളിക്കാൻ പറ്റിയ നല്ല സ്ഥലമാണ്. ഫുഡൊക്കെ കൊണ്ടുപോയി ക്യാമ്പ് ചെയ്യാൻ പറ്റിയ നല്ല മനോഹരമായ സ്ഥലം. ഇനിയും നമ്മുടെ യാത്രകൾ തുടർന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇനിയും വാദികളും ഇതേപോലുള്ള ലേക്കുകളൊക്കെ ഇനിയും കണ്ടുപിടിക്കാൻ ഒരുപാട് നമ്മുടെ ഷാർജയിലും റാസൽ ഖൈമിലും ബാക്കിയുണ്ട്. നമ്മൾ തേടി കണ്ടുപിടിച്ചിരിക്കും. നമ്മൾ എത്തിപ്പെടാൻ പറ്റാത്ത